ഇന്ന് ജനുവരി മാസം 2-ാം തീയതി. പരിശുദ്ധ കത്തോലിക്ക തിരുസഭ ഇന്ന് വിശുദ്ധ ബേസിലിൻ്റെ ഓർമ്മ ദിനം കൊണ്ടാടുന്നു. ദരിദ്രരോടും പാവപ്പെട്ടവരോടുമൊക്കെ കൂടുതൽ അനുകമ്പയുണ്ടായിരുന്ന വിശുദ്ധനാണ് വിശുദ്ധ ബേസിൽ. വിശുദ്ധൻ ഇപ്രകാരം പറയുന്നുണ്ട്: നിന്റെ അലമാരയിൽ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന സമ്പാദ്യങ്ങളും വസ്ത്രങ്ങളും ഒക്കെ നിനക്ക് വേണ്ടിയിട്ടുള്ളതല്ല, നിന്റെ അയൽവക്കങ്ങളിൽ ഒരുപാട് പേർക്ക് അത് സുരക്ഷിതമായിട്ട് സൂക്ഷിച്ചു വെക്കുവാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നതാണെന്ന്. നമ്മുടെയൊക്കെ ജീവിത സാഹചര്യങ്ങളിൽ ചുറ്റുവട്ടങ്ങളിലേക്കൊന്ന് കൺതുറന്ന് നോക്കുവാനായിട്ടും അപരൻ്റെ കുറവുകളെയൊക്കെ നിറവുകളാക്കുവാനായിട്ട് നമ്മളാവും വിധമൊക്കെ എന്തെങ്കിലും ചെയ്യുവാനായിട്ട് നമുക്ക് തീരുമാനമെടുക്കുകയും ചെയ്യാം. വിശുദ്ധ ബേസിലിൻ്റെ ഓർമ്മ തിരുനാളിൻ്റെ എല്ലാ സ്നേഹാശംസകളും നമുക്ക് പരസ്പരം കൈമാറുകയും ചെയ്യാം. ഇന്ന് ജനുവരി മാസം 2-ാം തീയതി സഭാപിതാവായ വിശുദ്ധ ബേസിലിൻ്റെ ഓർമ്മ ദിനം കത്തോലിക്ക തിരുസഭ ഇന്ന് കൊണ്ടാടുന്നു. എൽദറിൻ്റെയും ഒരു രക്തസാക്ഷിയുടെ പുത്രിയായ വിശുദ്ധ എമേലിയായുടെയും പുത്രനായി ഏഷ്യ മൈനറിൽ സേസരയ എന്ന സ്ഥലത്ത് വിശുദ്ധ ബേസിൽ ജനിച്ചു. അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരാണ് വിശുദ്ധ ഗ്രിഗറി നിസായും വിശുദ്ധ പീറ്റർ സെബാസ്റ്റ്യും. സഹോദരി മക്രീനയും അമ്മ എമിലിയും പുണ്യവതിമാരാണ്. ലൗകിക ആർഭാടങ്ങളെ ഭയന്ന് സന്യാസ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സേസറിയയിലെ മെത്രാനായ എവൂസേബിയസ് ബേസിലിനെ വിളിച്ച് പട്ടം കൊടുത്തതും ആര്യൻ പാഷാണ്ഡതയ്ക്കെതിരായി സമരം ചെയ്യുവാൻ അദ്ദേഹത്തെ ക്ഷണിച്ചതും. AD 364 വൈദിക പട്ടം സ്വീകരിച്ച അദ്ദേഹം AD 370 മെത്രാനുമായി. അദ്ദേഹത്തിൻ്റെ മനോധാർഢ്യവും ഊർജ്ജസ്വലതയും പാണ്ഡിത്യവും വാഗ്വിലാസവും കറയില്ലാത്ത എളിമയും തപശ്ചര്യയും സർവ്വമെത്രാന്മാർക്കും മാതൃകയാണ്. ആര്യൻ പാഷാണ്ഡികൾക്ക് ദിവ്യകാരുണ്യം നൽകുവാൻ നിർബന്ധിച്ച പ്രീഫെക്റ്റ് മൊദേസ്തൂസ് അദ്ദേഹത്തോട് ചോദിച്ചു: ചക്രവർത്തിയുടെ കോപത്തെയും വിപ്രവാസത്തെയും മരണത്തെയും താങ്കൾ ഭയപ്പെടുന്നില്ലേ? ബേസിൽ ഉത്തരം പറഞ്ഞു: ഞാൻ ഒട്ടും ഭയപ്പെടുന്നില്ല. ഈ പഴയ വസ്ത്രങ്ങളും ഏതാനും പുസ്തകങ്ങളും മാത്രം കൈമുതലുള്ള എൻ്റെ വസ്തുക്കൾ കണ്ടുകിട്ടിയാൽ എന്താ? താങ്കൾക്ക് എന്നെ നാടുകടത്താൻ കഴിയുകയില്ല. ലോകമാണ് എൻ്റെ ഭവനം. അങ്ങേക്ക് അനുവദിച്ചു തരാവുന്ന മഹാകാരുണ്യമാണ് മരണം. മർദ്ദനങ്ങൾ എനിക്ക് ദ്രോഹമാവുകയില്ല. ഒരിടി മതി എൻ്റെ ദുർബലമായ ജീവിതത്തെയും എൻ്റെ സഹനങ്ങളെയും അവസാനിപ്പിക്കുവാൻ. ആരും തന്നോട് ഇങ്ങനെ ഉത്തരം പറഞ്ഞിട്ടില്ലെന്ന് പ്രീഫെക്റ്റ് പറഞ്ഞപ്പോൾ ബേസിൽ പ്രതിവചിച്ചു: ഒരുപക്ഷെ അങ്ങ് ഇതുവരെയും ഒരു ക്രിസ്തീയ മെത്രാനുമായി ഏറ്റുമുട്ടിയിട്ടില്ലായിരിക്കാം. ചക്രവർത്തി പിന്നെ ബേസിലിനെ നിർബന്ധിച്ചില്ല. അസൂയയുടെയും തെറ്റിദ്ധാരണകളുടെയും ഇടയ്ക്ക് ബേസിൽ കഷ്ടപ്പെട്ട് ജീവിച്ചു. സഭയുടെ ഐക്യമായിരുന്നു അദ്ദേഹത്തിൻ്റെ അഭിനിവേശം. അതിനായി വളരെ എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്തു. അദ്ദേഹം ആരംഭിച്ച ആശുപത്രി ലോകത്തിന് അത്ഭുത കാരണമായിരുന്നു. AD 370 ജനുവരി മാസം 1 കർത്താവെ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ബേസിൽ അന്ത്യശ്വാസം വലിച്ചു. പൗരസ്ത്യ സന്യാസികളുടെ പിതാവാണ് ബേസിൽ. ദരിദ്രർക്ക് ഭക്ഷണം നൽകുന്നതായിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ ചിത്രം വരയ്ക്കപ്പെട്ടിരിക്കുന്നത്. നാം എല്ലാവരും തിരുപ്പിറവിയൊക്കെ ആഘോഷിച്ച് പുതുവത്സരത്തിൽ പുതിയ തീരുമാനങ്ങളൊക്കെ എടുത്ത് മുമ്പോട്ട് പോകുമ്പോൾ വിശുദ്ധ ബേസിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ധ്യാനിക്കുന്നത് നല്ലതായിരിക്കും. ഇപ്രകാരമാണ് വിശുദ്ധ ബേസിൽ പറയുന്നത്: നിങ്ങൾ ഉപയോഗിക്കാത്ത അപ്പം വിശക്കുന്നവർക്കുള്ളതാണ്. വെറുതെ സൂക്ഷിച്ചിരിക്കുന്ന നിങ്ങളുടെ വസ്ത്രം നഗ്നർക്കുള്ളതാണ്. നിങ്ങൾ ധരിക്കാത്ത ചെരുപ്പുകൾ നിഷ്പാദുകരുടേതാണ്. നിങ്ങൾ പൂട്ടിസൂക്ഷിക്കുന്ന പണം ദരിദ്രരുടേതാണ്. നിങ്ങൾ ചെയ്യാത്ത ഉപവിപ്രവൃത്തികൾ നിങ്ങൾ ചെയ്യുന്ന അനീതിയാണ്. സങ്കടം അനുഭവിക്കുന്നവൻ്റെ മേൽ കരുണ കാണിച്ചുകൊണ്ട് നമുക്ക് ഈ പുതുവത്സര ദിനങ്ങളൊക്കെ നന്മയുടേതാക്കാം. വിശുദ്ധ ബേസിലിനെ പോലെ നാമൊക്കെ ആയിരിക്കുന്ന ജീവിത മേഖലയിൽ ക്രിസ്തു സാന്നിധ്യം പകരുവാനായിട്ട് നമ്മളെ ഉപകരണമാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.